സമസ്ത നേതൃത്വത്തിനും സുപ്രഭാതം പത്രത്തിനുമെതിരായ വിമർശനത്തിൽ കാരണം കാണിക്കൽ നോട്ടീസിന് സുപ്രഭാതം പത്രം ചീഫ് എഡിറ്റർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി മറുപടി നൽകി. മുശാവറ യോഗത്തിൽ വിശദീകരണം നൽകാം എന്നാണ് മറുപടി നൽകിയത്. ഷാഹദ് റഹ്മാൻ ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി. ഷാഹദ്, എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്? കഴിഞ്ഞ ദിവസമായിരുന്നു സ്മിത ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സുപ്രഭാതത്തെയും ഒപ്പം തന്നെ സമസ്ത നേതൃത്വത്തെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് 2 ദിവസമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്ന സമയം. എന്നാൽ അദ്ദേഹം ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ അന്ന് ഉച്ചയ്ക്ക് തന്നെ ഇതിന്റെ വിശദീകരണമായിട്ട് സംസ്ഥാന നേതൃത്വത്തിന് അല്ലെങ്കിൽ സംസ്ഥയുടെ സെന്ററിലേക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ അദ്ദേഹം നൽകിയിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത്, ജൂൺ 5-ന് മുഷവറ യോഗം കോഴിക്കോട് ചേരുന്നുണ്ട്. ആ ഘട്ടത്തിൽ ആ യോഗത്തിൽ ഇതിന്റെ വിശദീകരണം നൽകാം എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മറുപടിയിൽ നേതൃത്വം തൃപ്തരാകുമോ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കാണുന്നത്. പ്രധാനമായിട്ടും ഒരുപക്ഷെ ഈ ഒരു മറുപടിയിൽ തൃപ്തി രേഖപ്പെടുത്താനാണ് സാധ്യത. കാരണം നിലവിലെ സാഹചര്യത്തിൽ സമസ്തയിൽ സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വിധം വലിയ രീതിയിലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ 2 ചേരി തിരിഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ യുദ്ധം സംസ്ഥയിൽ നടക്കുകയാണ്. ഇടക്കാലത്തൊന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള ചേരിതിരിവാണ് സംസ്ഥയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസോടുകൂടി ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാനായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ നേതൃത്വം തീരുമാനിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് ലീഗ് അനുകൂലികളും മറുഭാഗത്ത് ലീഗിനെ എതിർക്കുന്നവരുമാണ് പ്രധാനമായിട്ടും ചേരി തിരിഞ്ഞ് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനെതിരെ തന്നെ 2 വിഭാഗമായിട്ട് തിരിഞ്ഞിട്ടുണ്ട് സമസ്തയ്ക്കുള്ളിൽ നേതാക്കൾ തന്നെ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ കൂടുതൽ വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പിക്കാനോ എന്തായാലും നേതൃത്വം ഈ ഒരു ഘട്ടത്തിൽ ശ്രമിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ജൂൺ 5-ാം തീയതി നടക്കുന്ന, കോഴിക്കോടാണ് നടക്കുക, 5-ാം തീയതി നടക്കുന്ന ഈ യോഗത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത നടപടികളിലേക്കൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കടക്കില്ല എന്നുള്ളൊരു സൂചനയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. സ്മിത. ശരി. സമസ്ത നേതൃത്വത്തിനും സുപ്രഭാതം പത്രത്തിനുമെതിരായ വിമർശനത്തിൽ നോട്ടീസിന് സുപ്രഭാതം പത്രം ചീഫ് എഡിറ്റർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി മറുപടി നൽകി. ഷാഹദ് റഹ്മാൻ വിവരങ്ങളുമായി മലപ്പുറത്തു നിന്നും ചേരുകയായിരുന്നു.